Hi students. അപ്പോൾ +1 ന്റെ എക്സാം ഡേറ്റ് കേരള സിലബസിൽ വന്നു. അതേപോലെ തന്നെ ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയ നമുക്ക് നോക്കാം. നമുക്ക് ആകെ 16 ചാപ്റ്റർ ആണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളത്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ, principle of mathematical induction, complex numbers and quadratic equation, linear inequalities, permutation and combination, binomial theorem, sequences and series, straight lines, conic sections, introduction to three-dimensional geometry, limits and derivatives, mathematical reasoning, statistics and probability. അങ്ങനെ 16 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പോർഷൻ ഇതാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലെ നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം ഞാനിവിടെ അടയാളപ്പെടുത്താം. അപ്പം ചാപ്റ്റർ 1 സെറ്റ്സ്, അതിനകത്തെ സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് 1.2 ഉണ്ട്. അതിനുശേഷം 1.6 സബ്സെറ്റ്സ്, 1.10 ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, 1.11 കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ആൻഡ് 1.12 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ, അതിനകത്തെ 2.3 റിലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 2.4ൻ്റെ 1, 2.4 കംപ്ലീറ്റ് ഇല്ല ഈ ഭാഗത്തിന്, 2.4ൻ്റെ 1 മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതിനകത്ത് ഉള്ളത് നമുക്ക് 3.3യും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് 3.4 trigonometric functions of sum and difference of two angles. അത്രയേ ഉള്ളൂ ചാപ്റ്റർ 3. ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതിനകത്തെ 4.3 പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രോബ്ലംസ്. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിനകത്തുനിന്ന് ചോദിക്കുന്നത് 5.3 ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രം. ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ്, അതിനകത്തെ 6.5 മാത്രം സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ചാപ്റ്റർ 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, അതിനകത്തെ 7.2 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആൻഡ് 7.4 കോമ്പിനറ്റോറിക്സ്. പെർമ്യൂട്ടേഷൻസ് ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറം, അതിനകത്തുനിന്ന് ചോദിക്കുന്നത് 8.2 ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡീസസ്. ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസസ്, അതിനകത്ത് 9.5 ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ്, അതിനകത്ത് 10.2 എന്ന് പറഞ്ഞ സെക്ഷനകത്തെ condition for parallelism and perpendicularity of a line in terms of their slopes, അതായത് 10.2.2 അതും 10.3.5 അതായത് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പം ചാപ്റ്റർ 10-നകത്തെ ഫസ്റ്റ് സെക്ഷൻ ഇല്ല, 4th ഇല്ല, 5th ഇല്ല. സെക്ഷൻ 2-നകത്തെ സെക്കൻഡ് പാർട്ട്, അതായത് കണ്ടീഷൻ ഫോർ പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് എ ലൈൻ ഇൻ ടേംസ് ഓഫ് സ്ലോപ്സും, അതേപോലെ തന്നെ തേർഡ് സെക്ഷനകത്തെ 5th പാർട്ട് ഇൻ്റർസെപ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ. 11th ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ, അതിനകത്തെ 11.4 പരാബോളയും 11.5 എലിപ്സും മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 12 ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, 12.3 coordinates of a point in space and 12.4 distance between 2 points. Chapter 13 limits and derivatives, അതിനകത്തെ 13.3 ലിമിറ്റ്സും, അതേപോലെ തന്നെ 13.5 അത് മൊത്തമില്ല, 13.5.1ഉം 13.5.2 അതായത് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫംഗ്ഷനും, പിന്നെ 13.5.2 അതായത് എക്സ്ക്ലൂഡിങ് ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇനി ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്തെ 14.3.1ഉം 14.5
5.1. അതായത് 14.3 കംപ്ലീറ്റ് ഇല്ല. 14.3.1 നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റും 14.5.1 കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. ചാപ്റ്റർ 15 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിനകത്തെ 15.5 മാത്രമേ ഉള്ളൂ. അതായത് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. അതിനകത്തെ 16.4 16.4.2 16.4.3 16.4.4. അതായത് പ്രോബബിലിറ്റീസ് ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്, പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ഓക്കെ, എല്ലാം ഉണ്ട് നമ്മുടെ അതിലെ ഫോക്കസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നോക്കുന്നതാണ് ഫോക്കസ് ഏരിയ. ഫോക്കസ് ഏരിയ ചോദിക്കുന്ന ഭാഗമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഒന്നുകൂടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ മാർക്ക് ചെയ്യുക. 1.2 1.6 1.10 1.11 1.12 2.3 2.4 കംപ്ലീറ്റ് ഇല്ല. 2.4.1 മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ 3.3ഉം 3.4ഉം 4.3 5.3 6.5 7.4 7.2 7.4 അതേപോലെ തന്നെ 8.2 9.5 10.2.2ഉം 10.3.5. അതേപോലെ തന്നെ 10.4 ഉണ്ട് കേട്ടോ. ഇവിടെ 10.4 ഉണ്ട് കേട്ടോ. 10.4 എന്ന് വെച്ചാൽ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈന് എക്സ്ക്ലൂഡിങ് 10.4.1ൻ്റെ നോർമൽ ഫോം ഒഴിച്ച് ബാക്കിയില്ല. അപ്പോൾ മുമ്പ് പറഞ്ഞതിനകത്ത് എക്സ്ട്രാ 10.4 കൂടെ ഉണ്ട്. പിന്നെ കോണിക് സെക്ഷൻസ് 11.4 11.5 12.3 12.4 13.3 13.4 5.1ഉം 13.5.2ഉം 14.3.1 14.5.1 15.5 16.4.2 4.3 4.4 ഇത്രയും കാര്യമാണ്. അപ്പം മുമ്പേ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, 10.4 മുമ്പേ പറഞ്ഞില്ലായിരുന്നു, അതുകൂടെ നോക്കണം. അപ്പം നോക്കി നിങ്ങളുടെ ഭാഗം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. 1.2 1.6 1.10 1.11 1.12 2.3 2.4.1 3.3 3.4 4.2 4.3 5.3 6.5 7.2 7.4 8.2 9.5 10.2.2 10.3.5 10.4 11.4 11.5 12.3 12.4 13.3 13.5.1 13.5.2 14.3.1 14.5.1 15.5 16.4.2 16.4.3 16.4.4 ഇത്രയാണ് ഫോക്കസ് ഏരിയ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ.